പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ എം.ജി. രാധാകൃഷ്ണന്റെ വീട് തേടിയുള്ള യാത്രയാണ്. നമ്മൾ തിരുവനന്തപുരത്തുള്ള വെള്ളയമ്പലത്തിനടുത്ത് തൈക്കാട് എത്തിയിട്ടുണ്ട്. തൈക്കാട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം നിർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മള് യാത്ര പോണ കേസ് നമ്മള് തൈക്കാടാണല്ലോ. തൈക്കാടിന് നേരെ പോകുന്നത് ഒരു എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സ്ഥലമില്ല. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ വീട്ടിലേക്കാണ്. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ വീടല്ല, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്മാരകം നിർമ്മിക്കുന്നുണ്ട് ഇവിടെ. ആ സ്മാരകം നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പാർക്ക് നിർമ്മിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആ പാർക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ സ്ഥലമെല്ലാം ഇപ്പം നോക്കി വെച്ചിട്ടുണ്ട്. എവിടത്തേക്കാണ് അത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല, എന്നാലും നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് സ്ഥലം. നമ്മൾ അവിടെ ചെന്നിട്ട് സ്ഥലം കൃത്യമായിട്ട് കണ്ടെത്തണം. ആദ്യം നമുക്ക് സ്ഥലം ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ സ്ഥലത്തേക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി നമുക്ക് ഒരു ചേട്ടൻ പറഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ ബൈക്കിൽ തന്നെ നമ്മളെ കൊണ്ടുപോയി. നമ്മൾ ആ മോഡൽ സ്കൂളിന്റെ അടുത്ത് നിന്ന് തപ്പിക്കളിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ശാസ്ത റോഡ് എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ റോഡുണ്ട്, അങ്ങോട്ട് അതിലെയാണ് പോകേണ്ടത് എന്നുള്ളത്. അതാണ് എനിക്കറിയാമായിരുന്നു അങ്ങോട്ടാണെന്ന്, പക്ഷേ ആ സ്ഥലം എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ്റെ പിന്നിലിരുന്ന് നമ്മൾ അന്തരിച്ച ചലച്ചിത്ര സംഗീത സംവിധായകനും ശാസ്ത്രീയ സംഗീത പണ്ഡിതനുമായ ശ്രീ എം ജി രാധാകൃഷ്ണൻ സാർ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഏകദേശം ആ സ്ഥലത്ത് നമ്മളെ അദ്ദേഹം ഇറക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇപ്പോൾ നമ്മള് എം ജി രാധാകൃഷ്ണൻ സാറിന്റെ വീടിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവരുടെ വീട് ഇവിടെ എങ്ങാണ്ടാണ്. ആ വീട്ടിൽ നാളെയാണ് അവിടെ സാറിന്റെ സ്ഥാനാർത്ഥിയുടെ ഒരു പാർക്ക് നിർമ്മിക്കുന്നത്. പാർക്ക് ഉദ്ഘാടനം. അപ്പൊ അത് ഇന്നല്ല നാളെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ നമുക്ക് എന്തായാലും സാറിന്റെ വീട് വരെ ഒന്ന് പോയി നോക്കാം. അപ്പം പാർക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത് ഇവിടെ വ്ലോഗ് എടുക്കുന്നത്. പക്ഷെ ഇന്ന് പാർക്ക് നിർമ്മിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പാർക്ക് നാളെയാണ് തോന്നുന്നു. അതായത് നമുക്ക് ഇന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് സാറിന്റെ വീട് വരെ കണ്ടിട്ട് മടങ്ങിപ്പോവാം. സാർ, ഇതാണ് വീട്. എം ജി രാധാകൃഷ്ണന്റെ വീട് ഇതാണ്. വീട് പാർക്കും ഇതാണ് ക്ഷേത്രം. അത് കുടുംബക്ഷേത്രമാണ് തോന്നുന്നു. എന്തായാലും ഇതാണ് സാറിന്റെ വീട്. നമുക്ക് ഏതായാലും ഇവിടെ ആരും കാണുന്നില്ല, നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാം. ഗായ്സ്, ഇപ്പൊ എന്തായാലും നമുക്ക് പാർക്കിന്റെ കാര്യം ചോദിക്കാൻ നാളെയാണെന്ന് തോന്നുന്നത്. അത് ഇപ്പൊ ആരെയും ഇവിടെ കാണുന്നില്ല. അപ്പോ നമ്മള് ആരോടെ ചോദിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദപ്പെട്ട ആരെയും കാണുന്നില്ല. അപ്പൊ നമ്മൾ ഏതായാലും മടങ്ങിപ്പോകാന്ന് വിചാരിക്കുന്നത്. കാരണം ഇവിടെ ഇന്ന് വിജനമാണ്. വീടിന്റെ പുറകിൽ നിന്നാണ് ഇത്, വീടിന്റെ മുൻവശത്താണ് നമ്മൾ എടുക്കുന്നത്. സാറിന്റെ സ്മരണാർത്ഥം ഒരു പാർക്കാണ്. അവിടെ സാറിന്റെ പാട്ട് കേട്ട് നമുക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതത്തിന്റെ പാട്ടുകളെല്ലാം കേട്ട് അല്പസമയം വിശ്രമിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്ന് അല്ല ഉദ്ഘാടനം, നാളെയാണ് തോന്നുന്നത്. ഇതൊക്കെ ആയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്ന സമയം ഒരു ദിവസം മാറിപ്പോയി. എന്തായാലും ഇതാണ് എം ജി രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞന്റെ സ്ഥലവും അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന സ്ഥലവും മറ്റും ഈ ഒരു റോഡിലാണ്. ഈ റോഡിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതോ റോഡിന്റെ ഏതോ ഒരു സ്ഥലത്താണ് പാർക്ക് നിർമ്മിക്കാൻ പോകുന്നത്. അതായത് സ്ഥലം കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുക. നമുക്ക് ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും നിർമ്മിക്കുന്ന പാർക്കിന്റെ സ്ഥലം എവിടെയാണെന്നുള്ളത് ഇവിടെ കണ്ടെത്താൻ വേണ്ടി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും ഇതാണ് നമ്മൾ കണ്ട റോഡും ഇതാണ് വഴി. പക്ഷെ ഇവിടെ എവിടെ നമുക്ക് പാർക്കിന്റെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ഏതായാലും ജി രാധാകൃഷ്ണന്റെ റോഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഒരു റോഡ് കാണുന്നുണ്ട്. ആ റോഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം. കുറച്ച് സ്ഥലത്തൊന്ന് പോയി നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഈ വഴി കുറച്ചിങ്ങോട്ട് വന്നു എം ജി രാധാകൃഷ്ണൻ റോഡിൽ കൂടെ. പക്ഷെ ആ റോഡ് വളരെ മോശമാണ്. ഒരു 100-200 മീറ്ററേ ഉള്ളൂ റോഡിലേക്ക്. അപ്പം റോഡിന്റെ സ്ഥലം ഈ റോഡിൽ എവിടെയും പാർക്കാണ്. ഇതൊരു ഹൗസിംഗ് കോളനിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ നമുക്കൊരു മുളങ്കൂട്ടൊക്കെ കാണുന്നുണ്ട്. ഇവിടെ എന്താ സംഭവം? ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇതൊരു വേറൊരു റോഡാണ്. ഇവിടെ മാലിന്യം മൊത്തം വീണ് കിടക്കുകയാണ്. ഇവിടെ മാലിന്യം
ഗോപിനാഥൻ നായർ റോഡ്, പാൻ റോഡ് എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. MG രാധാകൃഷ്ണൻ റോഡും ഇത് തന്നെയാണ്. ഇല്ല, എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചല്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഉള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വീട് അടഞ്ഞും കിടക്കാണ്. എന്തായാലും നമ്മൾ പദ്ധതി ഉപേക്ഷിക്കണം. എന്തായാലും MG രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞൻ്റെ വീട് കണ്ടു. അത് മാത്രമേ നമുക്കിന്ന് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. എന്തായാലും നാളെ ആയിരുന്നു പരിപാടി എന്നാണ് എനിക്ക് മനസ്സിലായത്, ഇന്നല്ല. അത് എവിടെയാണ് ആ സ്ഥലം എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതൊന്നുമല്ല. നമ്മളെന്തായാലും തിരിച്ചു പോവുകയാണോ? നമ്മൾക്ക് എന്തായാലും കാര്യങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ മടങ്ങി പോവാണ്. മടങ്ങി എവിടേക്കാണോ വന്ന ആ വഴി തന്നെ നമ്മൾ മടങ്ങി. കൃത്യമായിട്ട് ഉള്ള സ്ഥലം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം ആ വീട് അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നാളെ സാധിക്കുമെങ്കിൽ വരാം, സാധിക്കും തോന്നില്ല. ഇന്ന് ഏതായാലും നമുക്കിത് മടങ്ങി പോകണം. എന്തായാലും അത്തരത്തിലൊരു പാർക്ക് ഇവിടെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും, അവിടെ ഇരുന്ന് ഒരു നിമിഷം നമുക്ക് അവിടെ ഇരുന്ന് പാട്ടെല്ലാം കേൾക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷെ നടന്നില്ല. എന്തായാലും നമ്മൾ ഇവിടുന്ന് മടങ്ങി പോവുകയാണ്. ഓക്കെ, ഗുഡ് ബൈ.